നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ തൻ്റെ ഇരയോടൊപ്പം ചാടി ചത്തുപോയ ചരിത്രമായി തീർന്ന ആ കഴുകന് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്തായിരിക്കാം? ഒത്തിരി ചിന്തകൾ അതിനെക്കുറിച്ച് നമുക്ക് അനുമാനിക്കാം. എന്നിരുന്നാലും എൻ്റെ മനസ്സിൽ തോന്നിയ ഒന്ന് രണ്ട് ചിന്തകൾ ഇവയാണ്. കഴുകനെ സംബന്ധിച്ചിടത്തോളം ആ ചത്ത കഴുതയുടെ ശരീരം ഇര തന്നെയാണ്. തനിക്ക് ആവശ്യമുള്ള മാംസം അതിൽ നിന്ന് എടുക്കണം. അതാണ് അതിൻ്റെ ആഹാരം. അത് ആകുവോളം എടുക്കണം എന്ന് ആ കഴുത കരുതിയിട്ടുണ്ടാവണം. തനിക്ക് ആവശ്യമുള്ള ആഹാരവും എന്നാൽ ആകാവുന്ന അത്രയും ആഹാരവും, ഇത് രണ്ടാണ്. ഈ രണ്ട് വ്യത്യാസങ്ങൾ തിരിച്ചറിയാൻ ആവശ്യമായിട്ടുള്ള ജ്ഞാനം ലഭിക്കാതെ പോയതാണ് കഴുകന് പറ്റിയത്. അത് തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും ഇന്നും പറ്റുന്നത്. നമുക്ക് ആവശ്യമുള്ള ആഹാരം, നമ്മൾ പറയുമല്ലോ അന്നന്ന് വേണ്ട ഡെയിലി ബ്രെഡ്, അന്നന്ന് വേണ്ട ആഹാരത്തെക്കുറിച്ചല്ലല്ലോ ഒരിക്കലും നമ്മുടെ ആരുടെയും ചിന്ത അല്ലെങ്കിൽ ടെൻഷൻ അല്ലെങ്കിൽ അസ്വസ്ഥത അല്ലെങ്കിൽ പേടി. അന്നന്ന് വേണ്ട ആഹാരം ഈസ് പ്രൊവൈഡഡ്. അന്നന്നത്തേക്ക് ആവശ്യമായിട്ടുള്ള ആഹാരം കിട്ടുന്നുണ്ട്. പക്ഷേ അന്നന്ന് കിട്ടുന്ന, അന്നത്തെ ആവശ്യത്തിന് വേണ്ടി കിട്ടുന്ന ആ ആഹാരം അത് സന്തോഷത്തോടും അത് നൽകിയ ദൈവത്തോടുള്ള നന്ദിയോടും കൂടി കൈകാര്യം ചെയ്യുന്നതിന് പകരം, അല്ലെങ്കിൽ അത് കഴിച്ച് അന്നത്തെ ദിവസം നന്ദിയോടെ സമാപിപ്പിക്കുന്നതിന് പകരം നാളെ എന്തായിരിക്കും, നാളത്തെ ആഹാരത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും എന്നാലോചിച്ച് ആ ആലോചനയുടെയും ഉത്കണ്ഠയുടെയും പേരിൽ അന്നന്ന് വേണ്ട ആഹാരം പോലും സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടി അനുഭവിക്കാൻ നമുക്ക് കഴിയാതെ പോകും. ഈ ദിവസത്തെ നമുക്ക് പ്രദാനം ചെയ്ത ദൈവം തന്നെ ഈ ദിവസത്തേക്ക് ആവശ്യമുള്ളതെല്ലാം എനിക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ള ആ സന്തോഷവും ആ ഒരു നന്ദിയും ഹൃദയത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ നാളത്തെ ആഹാരത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠകളൊന്നും നമ്മളെ ബാധിക്കില്ല. കഴുകനെ സംബന്ധിച്ചിടത്തോളം അതിനാവശ്യമായിട്ടുള്ള, വിശപ്പടക്കാൻ ആവശ്യമായിട്ടുള്ള ആഹാരം എല്ലാം ആകുവോളം അതിന് കിട്ടി. എന്നാൽ ഇത് നിമിഷങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ നയാഗ്ര വെള്ളച്ചാട്ടത്തിലേക്ക് അത് ചാടി പോയാൽ പിന്നെ കിട്ടില്ല എന്നുള്ളതുകൊണ്ട് ആകാവുന്ന അത്ര ഭക്ഷിക്കാം എന്നുള്ളൊരു ചിന്ത കഴുകന് വന്നതുകൊണ്ട് തൻ്റെ ആ നഖം അത് ആ ശവശരീരത്തിൽ നിന്നും വിട്ടുപോകാത്തവണ്ണം കഴുതയുടെ വാരിയല്ലുകളിലേക്ക് ഇടയിലേക്ക് ഉടക്കി നിർത്തിയതിന് ശേഷമാണ് ബാക്കി ആഹാരം അത് ഭക്ഷിച്ചു തുടങ്ങിയത്. അങ്ങനെ ഭക്ഷിച്ചു തുടങ്ങിയതിന് ശേഷമാണ്, ഭക്ഷിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിയതും പറക്കാൻ ശ്രമിച്ചിട്ട് ആ വാരിയല്ലുകൾക്കിടയിൽ ഉടക്കിപ്പോയ നഖത്തിൽ നിന്ന് വിട്ടുപോരാൻ കഴിയാതെ ആ കഴുകനും ചത്തുപോകാനിടയായത്. നമ്മുടെ ഓരോരുത്തരുടെയും പരിതാപകരമായ സ്ഥിതിയിലേക്കാണ് ഈ ചിന്ത നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്നതും എത്തിക്കേണ്ടതും. ഇന്ന് എന്നുള്ള ദിവസം ദൈവം എനിക്കായി നൽകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ ആഗ്രഹിച്ചതുകൊണ്ടോ എനിക്ക് അർഹതയുണ്ടായതുകൊണ്ടോ എനിക്ക് അവകാശമുണ്ടായതുകൊണ്ടല്ല, അത് ദൈവത്തിൻ്റെ ദാനം തന്നെയാണ്. സൗജന്യമായ ആരോ തന്നതാണ്. നാം കാശ് കൊടുത്ത് വാങ്ങിയതല്ല ദാനം. ഒരു ദാനത്തിനും നമ്മൾ വില കൊടുക്കുന്നില്ല. അത് ദാതാവിൻ്റെ സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രതീകമായിട്ട് നമുക്ക് തരുന്നതാണ്. അങ്ങനെ ദാനമായി കിട്ടിയ ഈ ദിവസത്തെ നന്ദിയോടുകൂടി സ്വീകരിച്ച് ദാതാവിന് നന്ദി പറഞ്ഞ് സന്തോഷത്തോടെ ആ ദാനം അനുഭവിക്കുന്നതിന് പകരം നാളെ എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് ആലോചിച്ച് പര്യാകുലരാകുന്നതിൻ്റെ പേരിൽ ഇന്നത്തെ ദിവസവും പോകുന്നു, നാളത്തെ ദിവസവും നമുക്ക് നഷ്ടപ്പെടുന്നു. നമുക്ക് ഓരോരുത്തർക്കും ഒരു കാര്യം മനസ്സിലുറപ്പിക്കാം, നാളെ എന്നുള്ളത് നമ്മുടെ ആരുടെയും കൈകളിൽ ഇല്ല. ഇന്ന് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്നലെ എന്നുള്ളത് ചരിത്രമായി പോവുകയും ചെയ്തു. അപ്പോൾ ഇന്നുള്ള യാഥാർത്ഥ്യത്തെ അതിനെ മാത്രം അഭിമുഖീകരിച്ചുകൊണ്ട് നമുക്ക് ഇന്നിനോട്ട് ജീവിക്കാനും നാളത്തെ ഉത്കണ്ഠകളെക്കുറിച്ച് ആ പര്യാകുലരാകാതിരിക്കാനും നാളെ എന്നുള്ള ദിവസം ദൈവം തരികയാണെങ്കിൽ അത് ദൈവം തന്നെ പരിപാലിച്ചോളും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലും പ്രത്യാശയിലും ജീവിക്കാൻ സാധിക്കുമ്പോൾ നമുക്ക് സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഉണ്ടാകും, സംതൃപ്തിയും ജീവിതത്തിനുണ്ടാകും. അങ്ങനെയുള്ള നല്ല ജീവിതം നയിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.